പത്തനംതിട്ട ആറന്മുള ശബരി ബാലാശ്രമത്തിലെ അന്തേവാസിയായ 14-കാരനെ കാണാനില്ലെന്ന് പരാതി. തെലങ്കാന സ്വദേശിയായ മുഹമ്മദ് ഫർഹാനെയാണ് കാണാതായത്. AV ജയശങ്കറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, എപ്പോൾ മുതൽ ആണ് ഈ കുട്ടിയെ കാണാനില്ല എന്നത് ഇപ്പോൾ പരാതി പോലീസിലേക്ക് എത്തിയിട്ടുണ്ടോ? ജയശങ്കർ, കേൾക്കാമോ? പത്തനംതിട്ട ആറന്മുള ശബരി ബാലാശ്രമത്തിലാണ് അന്തേവാസിയായ 14-കാരനെ കാണാനില്ല എന്നൊരു പരാതി ഇപ്പോൾ വന്നിട്ടുള്ളത്. കുട്ടി തെലങ്കാന സ്വദേശിയാണ്, മുഹമ്മദ് ഫർഹാൻ എന്നാണ് പേര്. ജയശങ്കർ, അതായത് അനുജ, ഈ കഴിഞ്ഞ 6-ാം തീയതി മുതൽ കുട്ടിയെ കാണാനില്ല എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ആറന്മുള ശബരി ബാലാശ്രമത്തിലെ അന്തേവാസിയായിരുന്നു 14-കാരനായ തെലങ്കാന സ്വദേശി മുഹമ്മദ് ഫർഹാൻ. ഇദ്ദേഹത്തെ ഈ കുട്ടിയെ ഈ കഴിഞ്ഞ 6-ാം തീയതി ഈ ബാലാശ്രമത്തിൽ നിന്നും പുറത്തേക്ക് പോയ കുട്ടി പിന്നീട് തിരിച്ചെത്തിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇതിന്റെ നടത്തിപ്പുകാരാണ് ആറന്മുള പോലീസിൽ പരാതി നൽകി. എന്തായാലും കുട്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായി ഈ വിഷയത്തിൽ പോലീസിന് തുമ്പ് കണ്ടെത്താനായിട്ടില്ല. CCTV ഉൾപ്പെടെയാണ് പോലീസ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം മൂലമാണോ ഇറങ്ങിപ്പോയതെന്നൊരു സംശയമാണ് പോലീസ് എന്തായാലും പങ്കുവെക്കുന്നത്. ഈ 14-കാരന് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഉൾപ്പെടെ സഹായം പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 14-കാരൻ തെലങ്കാന സ്വദേശിയാണ്, മുഹമ്മദ് ഫർഹാൻ എന്നാണ് പേര്. മലയാളം സംസാരിക്കാൻ അറിയില്ല, തെലുങ്ക് മാത്രമാണ് അറിയുക. വെളുത്ത ഇരുനിറമുള്ള കുട്ടിയാണ്. ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ ഉള്ള വസ്ത്രങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് പോലീസ് എന്തായാലും ഇതിൽ സഹായം നിലവിൽ അഭ്യർത്ഥിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വിവരം ഈ കുട്ടിയെക്കുറിച്ച് ലഭിക്കുകയാണെങ്കിൽ ആറന്മുള പോലീസിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്നാണ് നിലവിൽ ആറന്മുള പോലീസിന്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ഒരു ശ്രമം ഈ വിഷയത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, ഈ ചിത്രത്തിൽ കാണുന്ന 14-കാരനെയാണ് കാണാതായിരിക്കുന്നത്. ആറന്മുളയിൽ നിന്നാണ് കാണാതായത്. തെലങ്കാന സ്വദേശിയാണ്, അതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കാൻ അറിയില്ല. മുഹമ്മദ് ഫർഹാൻ എന്നാണ് പേര്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.